ഹായ് ഗൈസ്. അതെ, ഞാൻ ഇന്ന് നിങ്ങളെ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഒരു സാധനം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇത്തിരി ഉള്ളെങ്കിൽ പോലും ഭയങ്കര ദുരന്തം പിടിച്ച സാധനം. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതുമായിട്ട് ഒരു രക്ഷയില്ല. എവിടെ നോക്കിയാലും നമ്മൾ എത്ര തുടച്ചാലും വൃത്തിയാക്കിയാലും ഒക്കെ ഈ സാധനത്തിൻ്റെ മെനയായിരിക്കും. കിടക്കുന്നിടത്ത് കുറച്ച് നേരം കിടക്കാമെന്ന് വെച്ചാൽ ചവിട്ടി കിടന്ന മുകളിൽ കണ്ണിൽ വന്ന കുത്തൽ, മുഖത്ത് വന്ന് എന്തൊക്കെയോ കാണിക്കൽ, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ തുരത്താൻ വേണ്ടിയിട്ടൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം കുറച്ച് സമാധാനമുണ്ട്. കാരണം എന്താ പറയുക, നല്ലൊരു സാധനം. നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഈ മഴക്കാലത്താണ് കേട്ടോ ഇതിൻ്റെ ശല്യം ഭയങ്കരമായിട്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണെങ്കിൽ പറയണം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. മഴയില്ലാത്ത സമയത്ത് കുഴപ്പമില്ല. മഴയില്ലാത്ത സമയത്ത് ഇതങ്ങനെ കാണാറില്ല. ഒന്നോ രണ്ടോ ഒക്കെ ഇപ്പോൾ നമ്മൾ വല്ല പഴമൊക്കെ മേടിക്കുന്ന സമയത്തോ അങ്ങനെ നമ്മളെന്തെങ്കിലും മധുരമുള്ള സാധനങ്ങൾ കഴിക്കുന്ന സമയത്ത് വന്നാൽ വന്നു അത് കുറച്ച് നേരം പോവുകയും ചെയ്യും. പക്ഷേ മഴക്കാലം വന്നാൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാത്ത സാധനം എന്താണെന്ന്. പക്ഷേ ഇത് കണ്ട, ഇത് ചത്തട്ടില്ല. കണ്ട, ഇതിൻ്റെ കാലൊക്കെ പിടയ്ക്കുന്നുണ്ട്. വേറെ ഇതെന്തേ ഇപ്പോൾ വന്നിരിക്കണുള്ളൂ കേട്ടോ. പക്ഷേ പശയിൽ തൊട്ടിട്ടില്ലെന്ന് പറഞ്ഞു. കയ്യൊക്കെ കഴിവുണ്ട്. പശയിലായിട്ട് ഇങ്ങനെ കയറി വാ. കണ്ട, ഓരോന്നിൻ്റെ കാലൊക്കെ പിടിക്കുന്നുണ്ട്. എന്തായാലും ഈ സാധനം നല്ല അടിപൊളിയാണ് കേട്ടോ. ഈച്ചയൊക്കെ പൊക്കോളൂല്ലോ. ഞാൻ ഈച്ച വരാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര വിതറിയിട്ടാണ് കേട്ടോ ഈ മണം കിട്ടി വരട്ടിന്ന് നിർത്തുന്നുണ്ട്. കുറച്ച് പഞ്ചസാര വിതറിയിട്ടതാണ്. എന്തായാലും അടിപൊളി സാധനം. ചവിട്ടി കിടന്ന് മൂളില്ലല്ലോ. പക്ഷെ ഭയങ്കര നാറ്റമാണ് കേട്ടോ. ഇതിങ്ങനെ എല്ലാം ഇങ്ങനെ വന്നിരുന്നിട്ട് ഇത് തുറന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര മണം. ഇതിങ്ങനെ മടങ്ങിയിരിക്കായിരുന്നു. ഞാൻ ഈ സാധനം അന്വേഷിച്ചെടുക്കായിരുന്നു കേട്ടോ. ഇത് കാണാണ്ടായില്ല. ഈച്ചയായിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് കാണാണ്ടായില്ല. എന്നിട്ട് ഈ സാധനം മടങ്ങിയിരിക്കായിരുന്നു. അത് നോക്കിയപ്പോൾ മടങ്ങിയിരിക്കുക. ഞാനിപ്പോൾ തുറന്ന് വെച്ചാൽ കേട്ടോ. കണ്ടോ, ഇവനിവിടെ ഇരിക്കുന്നുണ്ട്. ഇവനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇതെന്താ സംഗതിയോ എന്തോ ആലോചിക്കുകയാണ്. വേഗം വന്നിരിക്കേ, വേഗം വന്ന് ചാടി കയറ് ബാ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഈച്ച ഉണ്ടോയെന്ന് പറയണേ. ഇപ്പം പറന്ന് കിടക്കണ ഈച്ചയില്ലേ, അതാ വന്ന് വീണിട്ടുണ്ടല്ലോ. കണ്ടോ, കൈയൊക്കെ കഴുകി ഓടി വന്നിരുന്നതാ ഒരു ഈച്ചയുടെ പുറത്ത്. നേരെ പശയിലേക്കാണ് പോയത്. നന്നായി അവിടെ ഇരിക്കും. അവിടെ ചവിട്ടി കിടന്ന് മൂളുമ്പോൾ ഓർക്കണമായിരുന്നു. പിന്നല്ല നമ്മളോടെ കളി.